നോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച് ആണ് നോയ്സ്ഫിറ്റ് കോർ 2. 1799 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഫ്ലിപ്കാർട്ടിലും ഫസ്റ്റ് സെയിലിനെത്തിയ ഒരു വാച്ച് നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് വീഡിയോയിൽ ഞാൻ പൂർണ്ണമായി നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോട്ടോ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് നോയ്സിന്റെ ലോഗോയും കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും നോയ്സ്ഫിറ്റ് കോർ 2 എന്ന് എഴുതിയിട്ടുണ്ട്. പറയിൽ നോക്കുവാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ഈ ഒരു സ്മാർട്ട് വാച്ച് ആക്ച്വലി നമ്മുടെ മൊബൈൽ ഫോണായിട്ട് സിങ്ക് ചെയ്യേണ്ടത് നോയ്സ്ഫിറ്റ് സിങ്ക് ആപ്പുമായിട്ടാണ്. എന്തായാലും അതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ജൂലൈ 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 3999 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1799 രൂപയ്ക്ക് സ്പെഷ്യൽ ലോഞ്ചിൽ വന്നെങ്കിലും ഇപ്പോഴും ഇതിന്റെ വില 1799 രൂപ തന്നെയാണ്. എന്റെ കാര്യം ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലൂ കളറാണ്. ഇതിലുണ്ട് ബ്ലാക്ക്, ഗ്രേ, പിങ്ക്, ഗ്രീൻ എന്നിങ്ങനെ 5 കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ വാച്ചിനോടൊപ്പം തന്നെ ഒരു 2 പിൻ മാഗ്നറ്റിക് ചാർജർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു യൂസർ ഗൈഡും ഇവിടെ കാണാൻ സാധിക്കും. പൊതുവേ നമ്മുടെ നോയ്സിൽ കാണുന്ന എന്താ പറയുക ആ ഒരു സ്റ്റിക്കേഴ്സും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും തന്നെ ഇവിടെ കാണുന്നില്ല. ഇനി വാച്ചിലേക്ക് വരുവാണെങ്കിൽ ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുന്നത്. റൗണ്ട് ഡയൽ വേണം, അതുപോലെ കുറച്ച് അത്യാവശ്യം കൈയൊക്കെ വലിയ ആൾക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് പോകുന്നതിൽ വേറെ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ ബോഡി നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒറ്റ നോട്ടത്തിൽ മെറ്റാലിക് ബോഡി പോലെ തോന്നും, അതായത് മെറ്റൽ ബോഡി പോലെ തോന്നുമെങ്കിൽ പോലും ഇത് ആക്ച്വലി ഒരു മെറ്റാലിക് ഫിനിഷ്ഡ് ബോഡിയാണ്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലത് സൈഡിൽ 2 ബട്ടൺസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ വർക്കിംഗ് ആവും എന്നുള്ളത് പ്രൊഡക്റ്റ് അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. കൂടാതെ പിറകിൽ നോക്കുവാണെങ്കിൽ ചാർജിംഗ് പോയിന്റും അതുപോലെ തന്നെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും കാണാം. നോയ്സിന്റെ ലോഗോ അവിടെ എഴുതിയിട്ടുണ്ട്. സ്ട്രാപ്പിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ്. അവിടെ വേറെ സംശയം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ഒരു സോഫ്റ്റ് സിലിക്കൺ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ട്രാപ്പാണ്. നോയ്സിന്റെ ലോഗോ ഉണ്ട് 2 സൈഡിലും. 22mm ആണ് കേട്ടോ ഈ ഒരു സ്ട്രാപ്പ് സൈസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഗ്രേ കളർ ബോഡിയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ബ്ലൂ വേണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏത് കളർ വെച്ചാലും അത്യാവശ്യം നല്ല സ്യൂട്ട് ആവും. ഏതായാലും വേറെയുള്ള സ്ട്രാപ്പുകൾ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ DeepZstoreൽ സ്ട്രാപ്പുകളുണ്ട് 22mm. അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇനി വാച്ച് നമുക്ക് ജസ്റ്റ് ഓൺ ആക്കുവാണെങ്കിൽ നോയ്സിന്റെ ലോഗോ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വാച്ച് ഓൺ ആയി വരുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ഡൗൺലോഡ് ആപ്പ് ആൻഡ് പെയർ വിത്ത് ഡിവൈസ് എന്നുള്ളത്. അതായത് നമ്മൾ ഈ ഒരു നോയ്സ്ഫിറ്റ് സിങ്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആപ്പ് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാനിപ്പോൾ വന്നിട്ട് ഡിവൈസിൽ പോയിട്ട് ക്ലിക്ക് ടു ആഡ് യുവർ ഡിവൈസ് കൊടുക്കുവാണ്. ഇതൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഇതുപോലെ പെയർ ചെയ്യാനും അറിയത്തില്ല. സോ ആ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അത് കണ്ടോ, നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നോയ്സ്ഫിറ്റ് കോർ 2 ഇവിടെ വരും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെക്കുക. അപ്പോൾ സ്കാനിങ് ഡിവൈസ് കാണിക്കുമ്പോഴത്തേക്ക് കണ്ടോ നോയ്സ് കോർ 2 അവിടെ വന്നു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് അതിൽ ഞെക്കിയാൽ മതി. കണക്റ്റിംഗ് ആണ്. ആക്സെപ്റ്റ് ബൈൻഡിങ് നമ്മൾ അത് യെസ് കൊടുക്കുക. അപ്പോൾ ബൈൻഡിങ് ആണ്, ബൈൻഡിങ് സക്സസ്ഫുൾ. അപ്പോൾ വാച്ച് നോയ്സ്ഫിറ്റ് സിങ്ക് ആപ്പുമായിട്ട് അങ്ങോട്ട് സിങ്ക് ആയപ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ സമയവും ഡേറ്റും ഒക്കെ ഇതിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും UAയിലേക്കൊക്കെ വരുന്നതിന് മുന്നേ ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.28 ഇഞ്ച് റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ 240x240 ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ. അതുപോലെ തന്നെ 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം സണ്ണി ഡേയ്സിൽ പോലും നല്ല രീതിക്ക് വിസിബിൾ ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ 100% നമ്മൾ ബ്രൈറ്റ്നസ് ഒക്കെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ബാറ്ററി ഡ്രെയിൻ ആകാനും ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബൂട്ടപ്പായി വരുമ്പോഴത്തേക്കുള്ള വാച്ച് ഫേസ് ഇതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള 2 വാച്ച് ഫേസസ് കാണാം. അറ്റ് എ ടൈം നമുക്ക് ഇതിനകത്ത് 3 എണ്ണം മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കൂ എങ്കിൽ പോലും 100ൽ പരം വാച്ച് ഫേസസ് നമ്മുടെ ആ ഒരു നോയ്സ്ഫിറ്റ് സിങ്ക് ആപ്പിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തായാലും ആ ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ അങ്ങോട്ട് കാണിച്ചു തരാം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ ആണ്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെങ്കിൽ ഇത് നീല കളർ കാണിക്കും. ഇപ്പോൾ ആക്ച്വലി ഡിസ്കണക്റ്റഡ് ആണ്. കൂടാതെ ബാറ്ററി ലെവലും ബാറ്ററി പെർസെന്റേജും ഉണ്ട്, ഡേറ്റും ഉണ്ട്. കൂടാതെ റൈസ് ടു വേക്കപ്പ്, സെറ്റിംഗ്സ്, ബ്രൈറ്റ്നസ്, ഡു നോട്ട് ഡിസ്റ്റർബ്, ഫ്ലാഷ് എന്നിങ്ങനെ കുറച്ച് ക്വിക്ക് ഐക്കൺസും കാണാൻ സാധിക്കും. ഇടതുനിന്ന് വലതിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ സ്ലീപ്പ് മോണിറ്ററിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഉണ്ട്. വീണ്ടും നമ്മുടെ വാച്ച് ഫേസിലേക്ക് വന്നു. ഈ സെയിം സാധനം തന്നെയാണ് നമ്മൾ വലതുനിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിലും കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് മെയിൻ മെനുവിലേക്ക് പോകുന്നതിന് മുന്നേ 2 ബട്ടൺസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതൊക്കെ വർക്ക് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നുള്ളത്. എന്തായാലും ഏറ്റവും മുകളിലുള്ള ബട്ടണാണ് ആക്ച്വലി ഞെക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ മെനു വരുന്നത്. രണ്ടാമത്തെ ബട്ടൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വർക്കൗട്ട് മോഡ് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വരുവാണ്.
അതായത് നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഫ്രീക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ഒരു വർക്കൗട്ട് മോഡൽ ഓൺ ആക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മെയിനിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് നോയിസ് ഹെൽത്ത് ആണ്. അതിനകത്ത് ഹാർട്ട് റേറ്റ്, SpO2, ആക്ടിവിറ്റി റെക്കോർഡ്, സ്ലീപ്പ്, ബ്രെത്ത്, എന്തായാലും ഇതിനകത്തുള്ള ഒരു SpO2 ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. കൂടാതെ വർക്കൗട്ട് നമുക്ക് 50+ സ്പോർട്സ് മോഡ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. എല്ലാം തന്നെ കാറ്റഗറീസ് ഉണ്ട്. റണ്ണിങ് എക്സസൈസ്, സൈക്ലിംഗ് എക്സസൈസ്, ഇൻഡോർ സ്പോർട്സ്, ഔട്ട്ഡോർ സ്പോർട്സ്, ഏതാണോ നിങ്ങൾക്ക് ആവശ്യം അത് അതിലേക്ക് അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് ചെയ്യാന്നേ ഉള്ളൂ. കൂടാതെ വർക്കൗട്ട് റെക്കോർഡ്സ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, മെസ്സേജ്, വെതർ, ക്ലോക്ക്, ഫ്ലാഷ് ലൈറ്റ്, ഫൈൻ ഫോൺ, സെറ്റിംഗ്സിലേക്ക് പോകുകയാണെങ്കിൽ ആദ്യം ഡയൽ ഡിസ്പ്ലേ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ സ്ക്രീൻ ടൈം ഔട്ട് ഉണ്ട്. 5 മുതൽ 30 സെക്കൻഡ് വരെയാണ് എന്തായാലും നമുക്ക് സ്ക്രീൻ ടൈം ഔട്ട് ടൈം. ഞാൻ ഇപ്പോൾ 30 സെക്കൻഡ്സ് ഇട്ടേക്കുന്നത് ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും 5 സെക്കൻഡിന്റെ കാര്യമേ ഉള്ളൂ. കൂടാതെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാൻ പറ്റും. അതുപോലെ റൈസ് ടു വൈക്കപ്പ്, വൈബ്രേഷൻ ഇന്റൻസിറ്റി കുറയ്ക്കാൻ, ലോവർ സ്റ്റാൻഡേർഡ് റൈസ്, ഇപ്പോൾ എന്തായാലും സ്റ്റാൻഡേർഡിൽ കിടക്കുവാണ്. ബ്രൈറ്റ്നസ് ഇപ്പോൾ 100% ഞാൻ ഇട്ടേക്കുന്നത്, അതും ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതൊരു 20 to 40% ഇട്ടാണ് ബാറ്ററി ലൈഫ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കിട്ടുക. കൂടാതെ സിസ്റ്റത്തിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ പവർ ഓഫ്, റീസ്റ്റാർട്ട്, റീസെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നോയ്സ്ഫിറ്റ് സിങ്ക് ആപ്പിന്റെ QR കോഡ് നമുക്ക് ഇവിടെ കാണാം. അത് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് ഇതുവരെയ്ക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. കൂടാതെ എബൌട്ട് വാച്ചിൽ പോകുകയാണെങ്കിൽ വാച്ച് ടൈമും അതുപോലെ തന്നെ ഫേംവെയർ വേർഷനും അതും ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഒരു ബേസിക് ആയിട്ട് ഈ ഒരു UAയിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വാച്ചിലെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് വർക്കിംഗ് ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും ആദ്യം ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് HR മോണിറ്റർ നോക്കാം. ഇപ്പോൾ വെയർ വാച്ച് ടൈറ്റ്ലി, സ്ക്രീൻ അപ്വാർഡ്സ്, ഡു നോട്ട് മൂവ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. മെഷറിംഗ് ആണ്. പ്ലീസ് വെയർ വാച്ച് ടു മെഷർ, അതായത് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലേ ഇതിനകത്ത് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇത് തന്നെ നോയ്സ് തന്നെ അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം HR മോണിറ്റർ 93 വന്ന് നിന്നിട്ടുണ്ട്. സ്റ്റിൽ മെഷറിംഗ് 89, 87, 86, 85, 83 വന്ന് നിന്നിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ ആക്ച്വലി കൂളാണ്. ഞാൻ ആദ്യം 93 കണ്ടപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി കേട്ടാ. എന്തായാലും അത് കുഴപ്പമില്ലെന്ന് പറയാം. ഇനി SpO2 നോക്കാം. 98, 97, വീണ്ടും 98 പോയിട്ടുണ്ട്, 97 പോയിട്ടുണ്ട്, 96 പോയിട്ടുണ്ട്, 97, ഇപ്പോൾ 96 വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു SpO2 അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഇത് ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും ആ ഒരു പ്രോപ്പർ മെഡിക്കൽ എക്യുപ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. നിങ്ങളും ഉറപ്പായിട്ടും അത് സ്മാർട്ട് വാച്ചുകളിൽ ഏതാണെങ്കിലും, ഇപ്പോൾ നോയ്സ് ആണെങ്കിലും ഏതാണെങ്കിലും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഇതിനകത്ത് കാണിക്കുന്ന മെഷർ വെച്ചിട്ട് കൺഫേം ചെയ്യൽ, പ്രോപ്പറായിട്ടൊരു മെഡിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ചിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ നോയ്സ്ഫിറ്റ് സിങ്ക് ആപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായാലും വാച്ചുമായിട്ട് സിങ്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇന്റർഫേസ് ഇതാണ്. ഏറ്റവും മുകളിലായിട്ട് ഡിവൈസ് കണക്റ്റഡ് ആണെന്നും 80% ബാറ്ററി ഉണ്ടെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കവർ ചെയ്തു, കലോറീസ് പോയി, ഹാർട്ട് റേറ്റ് എത്രയാണ്, വർക്കൗട്ട്, സ്ലീപ്പ്, ബ്ലഡ് ഓക്സിജൻ, എഫക്റ്റീവ് സ്റ്റാൻഡിങ്, അതൊക്കെയാണ് പൊതുവെ നമുക്ക് ആദ്യത്തെ വിൻഡോയിൽ കാണാൻ സാധിക്കുന്നത്. ഇനി എക്സസൈസിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ മാപ്പ് കാണിക്കുന്നതാണ്. ഔട്ട്ഡോർ റണ്ണിങ്, അതുപോലെ തന്നെ ഔട്ട്ഡോർ സൈക്ലിംഗ്, ഔട്ട്ഡോർ വാക്കിംഗ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കാം. ഇനി അടുത്തത് ഡിവൈസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മുന്നിലായിട്ട് വീണ്ടും വാച്ച് കണക്റ്റഡ് ആണെന്നും 80% ഒക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഈ ഒരു നോയ്സ് കോഡ് 2747C എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതിലേക്ക് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ കണ്ടോ നമുക്ക് ഇവിടെ അൺബൈൻഡ് ചെയ്യാം, അതായത് നമുക്ക് അൺപെയർ ചെയ്യാം. കൂടാതെ മോർ സെറ്റിംഗ്സിലേക്ക് പോകുകയാണെങ്കിൽ ടൈം സെറ്റിംഗ്സ് നമുക്ക് ഇപ്പോൾ 24 hours 12 hours മാറ്റാം. അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാം, ബ്ലൂടൂത്ത് അഡ്രസ്സും അതുപോലെ തന്നെ ഡിവൈസ് ഫേംവെയർ അപ്ഡേറ്റ് ഒക്കെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഡയൽ സെന്ററിലേക്ക് വരുവാണെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു 100-ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ നമ്മുടെ വാച്ചിൽ കിടക്കുന്ന വാച്ച് ഫേസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് ഓൺലൈനിലേക്ക് പോകുവാണെങ്കിൽ കണ്ട കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിലേക്ക് അങ്ങോട്ട് പോകാം. കൂടാതെ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോ വെക്കണമെങ്കിൽ ഏറ്റവും അടിയിൽ ആൽബം ഡയലിൽ പോയി കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുണ്ടാ, നമ്മളിവിടെ വന്നിട്ട് അപ്ലോഡ് ഫോട്ടോയിൽ പോയിട്ട് നമ്മുടെ ആൽബത്തിൽ നിന്ന് വേണമെങ്കിലും അതല്ല നിങ്ങൾക്ക് ഫോട്ടോ ഇപ്പോൾ വേണമെങ്കിലും ഒക്കെ എടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുവരാം. കൂടാതെ ഫോണിൻ്റെ എങ്ങനെ മുകളിൽ വേണോ അതല്ല താഴെ വേണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫോൺ കളർ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. എല്ലാം ചെയ്തതിനു ശേഷം സിങ്ക് ഡയൽ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് നമ്മുടെ വാച്ചിലേക്ക് വരുന്നതാണ്. കൂടാതെ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വരണം, ഇപ്പോൾ ഇൻകമിംഗ് കോൾ അലേർട്ട്, അതല്ല മെസ്സേജ് അലേർട്ട്സ്, മിസ്ഡ് കോൾ ഏതാണെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വാച്ചിലേക്ക് അത് വരത്തുള്ളൂ. കൂടാതെ തേർഡ് പാർട്ടി ആപ്സ്, നിങ്ങൾക്ക് വാട്സപ്പ്, അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ, ക്രോം ഏതാണെങ്കിലും നിങ്ങൾക്ക് ഏത് ആപ്പിലെ നോട്ടിഫിക്കേഷൻ ആണോ നമ്മുടെ സ്മാർട്ട് വാച്ചിലേക്ക് വരേണ്ടത് അത് ഇവിടെ വന്നിട്ട് തേർഡ് പാർട്ടി ആപ്പിൽ വന്നിട്ട് ഇനേബിൾ ചെയ്യാവുന്നതാണ്.
ആണ്. ഇനി ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് ഇടാന്നേ ഉള്ളൂ. കൂടാതെ റിമൈൻഡർ സെറ്റിംഗ് ഉണ്ട്, അതിനകത്ത് അലാം സെറ്റിംഗ് ഉണ്ട്, സെഡൻഡറി അലേർട്ട് ഉണ്ട്, ഡ്രിങ്ക് വാട്ടർ റിമൈൻഡിംഗ് ഉണ്ട്. അതൊക്കെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. കൂടാതെ HR മോണിറ്ററിംഗ് നമുക്ക് 24 hours വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇനേബിൾ ആക്കാം. 24 hours ഒക്കെ നമ്മൾ ഓൺ ആക്കി ഇടുവാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് അങ്ങോട്ട് ഡ്രെയിൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇനി സ്ലീപ്പ് സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ അതും നമുക്ക് അങ്ങോട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാൻ പറ്റും. വെതർ സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ വന്നിട്ട് ഇനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വാച്ചിൽ കാണിക്കത്തുള്ളൂ. ഇതേ ഇപ്പൊ ഞാൻ ഇനേബിൾ ചെയ്യുവാണ്, ലൊക്കേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വാച്ചിൽ പോയിട്ട് വെതർ നോക്കുവാണെങ്കിൽ ദേ കണ്ടോ, ആറ്റിങ്ങൽ 24°C കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷേക്ക് ടു ഫോട്ടോ, ജസ്റ്റ് ഒന്ന് അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ വാച്ച് ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതൊക്കെ. ഇനി മൈൽ വരുവാണെങ്കിൽ നമ്മുടെ എന്താ പറയുക പേഴ്സണൽ ഇൻഫർമേഷനും യൂണിറ്റ്സും ടാർഗറ്റ് സെറ്റിംഗ്സും അതും ഇതൊക്കെയാണ്. എന്തായാലും ഇതൊക്കെ തന്നെ നമ്മൾ ആദ്യം ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇവർ ഫോഴ്സ്ഫുള്ളി നമ്മളെ കൊണ്ട് ടൈപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഇവിടേക്ക് വരണമെന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു നോയ്സ്ഫിറ്റ് സിങ്ക് ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊരു കോൾ വരുന്ന സമയത്ത് വാച്ചിൽ ഇതുപോലാണ് കാണിക്കുന്നത്. നമുക്ക് ഒന്നെങ്കിൽ കോൾ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് സൈലന്റ് ആക്കാം. ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. IP68 വാട്ടർ സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസ്ലിംഗും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് ഉപയോഗിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളില്ല. എന്നാൽ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പ്രത്യേകിച്ച് ഡൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വിം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡാമേജ് ആയി കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി ഉണ്ടെങ്കിലും വാറണ്ടി ക്ലെയിം ചെയ്യത്തില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മളിത് പ്രത്യേകിച്ച് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിന്റെ ബാറ്ററി ലൈഫിലേക്ക് വരുവാണെങ്കിൽ 230 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു വാച്ചിന് അപ് ടു 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. നോയ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യം അവർ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും 7 days. എന്നാൽ ഏറ്റവും താഴെ സ്പെക്കിൽ പോവുകയാണെങ്കിൽ 9 days ആണ് അവർ പറയുന്നത്. എന്തായാലും 7 days ആയിരിക്കാം കമ്പനി ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത സമയത്ത് എറർ വന്നതായിരിക്കാം. 2 hours ആണ് 100% ചാർജ് ആകാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. കൂടാതെ 30 days സ്റ്റാൻഡ് ബൈ ഒക്കെ നമുക്ക് ഇന്ന് കിട്ടുന്നതാണ്. 2 hours ചാർജിങ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അഡാപ്റ്റർ യൂസ് ചെയ്യേണ്ടത് 5V1 ആണ് കേട്ടോ, ലോ പവർ അഡാപ്റ്റർ. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് നല്ല രീതിക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജർ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അടിച്ചു പോകാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. അവരങ്ങനെ മെൻഷൻ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അടിച്ചു പോയി കഴിഞ്ഞിട്ട് വാറണ്ടി ക്ലെയിം ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വാറണ്ടി ക്ലെയിം ചെയ്ത് തരത്തില്ല കേട്ടോ. സോ നമ്മൾ മാക്സിമം ലോ പവർ അഡാപ്റ്റർ യൂസ് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ പവർ ബാങ്ക്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ളത്, അല്ലെങ്കിൽ 5V1 അഡാപ്റ്റർ നമ്മൾ വാങ്ങിച്ചിട്ട് മാത്രം ഇതങ്ങോട്ട് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും കയ്യിൽ കിടക്കുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട്, അതിൽ നിന്ന് വേറൊരു സംശയം വെക്കേണ്ട. കുറച്ച് വലിയ കൈകളുള്ള ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ തിൻ കൈയാണ്, അതുകൊണ്ട് ഈ ആ ഒരു തിൻ കയ്യിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ അത് 1.7 തന്നെ ഇട്ട് കഴിഞ്ഞാൽ കൊള്ളാവോ ഇല്ലെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മുടെ സ്ക്വയർ ടൈപ്പിൽ. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് 1.28 ആണെങ്കിൽ പോലും അങ്ങനെ തിൻ കൈകളുള്ള ആൾക്കാർ ഇടുവാണെങ്കിൽ കുറച്ചൊരു എന്താ പറയുക ഒരു ബോറായിട്ട് ഫീൽ ചെയ്യും. സോ അത്യാവശ്യം കുറച്ചൊരു വലിയ കൈകളുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രസമായിരിക്കും അവരുടെ കയ്യിൽ കിടക്കുന്ന കാണാനായിട്ട്. എന്തായാലും 1790 ഇത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ 2000 രൂപയ്ക്ക് ഉള്ളിൽ ഉറപ്പായിട്ടും ഒരു റൗണ്ട് ആയാൽ ഡിസ്പ്ലേ ഉള്ള ഒരു വാച്ച് നോക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് നോയ്സിന്റെ ഒരു വാച്ച് നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോവാം. കണ്ണും പൂട്ടി നല്ല രസമുണ്ട്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും UAE ആണെങ്കിലും നല്ല സ്മൂത്ത് ആണ്. വേറെ ഒരു സംശയവും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ ഒരു ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സിന് മാത്രമാണ് എനിക്ക് എന്താ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റിലായതുകൊണ്ട് കറക്റ്റ് അങ്ങോട്ട് പറയാൻ പറ്റുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 1790 ഇത് വർത്ത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നോയ്സ്ഫിറ്റ് കോർ 2 കുറിച്ചുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടും ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.